എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ഡയറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഹോം ഓർഗനൈസേഷൻ ചലഞ്ചിൻ്റെ 9ാമത്തെ ദിവസത്തെ ടാസ്ക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വാർഡ്രോബ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അലമാരിയുടെ ഓർഗനൈസേഷനാണ്. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ അലമാരി. ഒരു ചെറിയ അലമാരിയാണ്, സ്റ്റീലിൻ്റെയാണ്. അത്രയധികം വലുപ്പമൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ ഇതിൽ കൊള്ളുന്ന രീതിയിലാണ് ഞാനിത് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ അലമാരിയുടെ മുകൾ ഭാഗത്തായിട്ട് ഹാങ്ങറിൽ ഡ്രസ്സുകൾ കൊളത്തിയിടാവുന്ന രീതിയിലുള്ളൊരു ഷെൽഫുണ്ട്. അപ്പോൾ ആ ഷെൽഫിൽ പ്രധാനമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഷർട്ടുകളൊക്കെ ഹാങ് ചെയ്തിടാം, അല്ലെങ്കിൽ കുറച്ച് വലിയ ഡ്രസ്സുകളൊക്കെ ഹാങ് ചെയ്തിടാം. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് മറ്റൊരു ഷെൽഫുണ്ട്. ആ ഷെൽഫിൽ ഹാങ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അത് ചെറിയ ഷെൽഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ സ്പേസ് നമുക്ക് മാക്സിമം കിട്ടുന്ന രീതിയിലുള്ള ഓർഗനൈസേഷനാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഹാങ്കറിൽ ബാസ്ക്കറ്റ് ഫിറ്റ് ചെയ്തിട്ട് ഹാങ്കർ ഇവിടെ കൊളത്തിയിട്ടിട്ട് അതിൽ ഡ്രസ്സുകൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബാസ്ക്കറ്റ് ഓർഗനൈസേഷൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ഹാങ്ങർ വെച്ച് എങ്ങനെ ബാസ്ക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ, അപ്പോൾ ചിലപ്പോൾ യൂസ്ഫുൾ ആകും. അപ്പോൾ നമുക്കിനി ഈ അലമാരിയിൽ എങ്ങനെയാണ് ഡ്രസ്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ആ വലിയ ഷെൽഫിൽ മോളുടെ 2-3 ഫ്രോക്ക് ഞാൻ ഒരു സൈഡിൽ ഹാങ്ങറിൽ കൊളത്തിയിട്ടിട്ടുണ്ട്. ഇത് മടക്കി വെച്ച് കഴിഞ്ഞാൽ അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കില്ല, മാത്രമല്ല ചുളിവുകൾ വീഴും. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഹാങ്ങറിൽ കൊളത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ 2 സാരി ഞാൻ ഹാങ്ങറിൽ കൊളത്തിയിട്ടിട്ടുണ്ട്. അത് ഈ അടുത്ത് ഉടുത്ത സാരി ആയതുകൊണ്ടാണ് ഹാങ്ങറിൽ കൊളത്തിയിട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ച ഒരു സാരി ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി സാരിയൊക്കെ സൂട്ട് കേസിലാക്കിയാണ് എടുത്ത് വെക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടുള്ള ഒരു ഷെൽഫുണ്ട്. അവിടെ നമുക്ക് ഹാങ്ങറിൽ വേണമെങ്കിൽ ഡ്രസ്സുകളൊക്കെ ഹാങ് ചെയ്തിടാം, പക്ഷെ ഹൈറ്റ് തീരെ കുറവാണ്. അപ്പോൾ ഒരുപാട് ഹൈറ്റുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് താഴെ മുട്ടും, അപ്പോൾ സ്പേസ് വെറുതെ പോവും. അപ്പോൾ ഞാൻ ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പഴയ ഹാങ്ങറിൽ ഒരു ബാസ്ക്കറ്റ് കൊളത്തിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് ഇന്നർ ഗാർമെൻറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇന്നർ ഗാർമെൻറ്റ്സൊക്കെ ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് മോളുടെ ഡ്രസ്സുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. മോള് പുറത്തൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് ഡ്രസ്സുകൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ബാസ്ക്കറ്റായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സാരി ബാഗിലായിട്ട് ഇങ്ങനെ ഒരു സാരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് മറ്റൊരു സാരി വെറുതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ ക്ലീൻ ചെയ്യാനുള്ള സാരിയാണ്, അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വേറെ ഒരു ഷെൽഫുണ്ട്. ആ ഷെൽഫിൽ 3 ബാസ്ക്കറ്റുകളിലായിട്ടാണ് ഡ്രസ്സുകൾ വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയും 3 ബാസ്ക്കറ്റ് വെച്ചിട്ട് അതിൽ ഡ്രസ്സുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ബാസ്ക്കറ്റ് എൻ്റെ ഈ ഷെൽഫിൽ പെർഫെക്റ്റ് ആയിട്ട് കൊള്ളും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഗ്യാപ്പുണ്ട്, ഇത്രയും ഗ്യാപ്പുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ബാസ്ക്കറ്റ് വെച്ചിട്ട് വേറെ ഡ്രസ്സുകൾ വെക്കാം. അതും അല്ലെങ്കിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് മടക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ ബാസ്ക്കറ്റിൻ്റെ അടിയിൽ വേറെ ഡ്രസ്സുകൾ വയ്ക്കുകയോ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ ഇതിൽ പുറത്തൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ സ്ഥലത്തിൻ്റെ ആവശ്യം വന്നില്ല. അപ്പോൾ ഈ ബാസ്ക്കറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് എനിക്ക് കിട്ടുന്നുണ്ട് ഈ അലമാരിയിൽ. അപ്പോൾ പ്രധാനമായിട്ട് 6 വലിയ ബാസ്ക്കറ്റുകളുണ്ട്. ഈ 6 വലിയ ബാസ്ക്കറ്റിലും ഡ്രസ്സുകൾ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിൽ ഒരെണ്ണത്തിൽ മാത്രം കുറച്ച് ബെഡ്ഷീറ്റുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നല്ല ബെഡ്ഷീറ്റുകളൊക്കെ ഈ ബാസ്ക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ വേറെ സ്ഥലത്താണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെ വേറെ അലമാരിയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ അലമാരിയിൽ നല്ല ഡ്രസ്സുകൾ മാത്രം. അപ്പോൾ ഈ ഒരു സൈഡിലെ ബാസ്ക്കറ്റിൽ ഫുൾ ചുരിദാറിൻ്റെ ടോപ്പുകൾ, അതുപോലെ കുർത്ത, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിന് തൊട്ട് ചേർന്നിട്ട് ഷോളുകൾ, ഇതെല്ലാം ഞാൻ കോൺമാരി മെത്തേഡിലാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സ്പേസ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഷോളുകൾ 3 ലെയറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഷോളുകളൊക്കെ മുകളിൽ 2 ലെയറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചില ചുരിദാറുകളൊക്കെ ചീത്തയായി പോയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഷോള് നല്ലതാണ്. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഷോള് ഏറ്റവും താഴെ വെച്ചിട്ടുണ്ട്. ഇനി ഷോളിനോട് ചേർന്ന് തന്നെ മറ്റൊരു ബാസ്ക്കറ്റ് ഉണ്ട്. ആ ബാസ്ക്കറ്റിൽ നമ്മളുടെ ചുരിദാറിൻ്റെ ടോപ്പുകളൊക്കെ ഉണ്ടല്ലോ, ആ ടോപ്പുകളാണ് ഞാനെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഫുള്ള് ഞാൻ കോൺമാരി മെത്തേഡിലാണ് മടക്കി എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ താഴെയുള്ള ഈ ബാസ്ക്കറ്റിൽ ഞാൻ പ്രധാനമായിട്ട് നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ പാൻസ് അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ബോട്ടം അങ്ങനത്തെ ഐറ്റംസ്. ഇതിൽ കുറച്ച് ബെഡ്ഷീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇതിലും പാൻസാണ് കൂടുതലായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പാൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പുറത്തൊക്കെ ഉപയോഗിക്കുന്ന ജീൻസ് അല്ലെങ്കിൽ പിന്നെ പട്ടിയാല പാൻസൊക്കെ അതിൽ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലിലാണ് ഞാൻ എൻ്റെ അലമാരിയിൽ ഡ്രസ്സുകളൊക്കെ വെച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്, ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഒരുപാട് സ്പേസ് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇതുപോലുള്ള ഒരു ബാസ്ക്കറ്റുകൾ നമ്മൾ വാങ്ങിയിട്ട് ഈ ബാസ്ക്കറ്റുകളിൽ ഡ്രസ്സുകൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സ്പേസ് ലാഭിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് സ്ഥലം കുറവുള്ള ആളുകൾ, ചെറിയ അലമാരി ഉള്ളവർക്കൊക്കെ ഈ ബാസ്ക്കറ്റ് സിസ്റ്റം വളരെ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ബാസ്ക്കറ്റ് കാശ് കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങണമെന്നൊന്നുമില്ല കേട്ടോ. പഴയ കാർഡ്ബോർഡ് ബോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബാസ്ക്കറ്റുകൾ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാണുന്നത് ഞാൻ പഴയ ഒരു കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ബാസ്ക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ മറ്റു അലമാരിയിൽ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പഴയ കാർഡ്ബോർഡ് ബോക്സുകളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലുള്ള ബാസ്ക്കറ്റ് നമുക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം കാശ് കൊടുത്ത് വാങ്ങണമെന്ന ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പണച്ചെലവൊന്നുമില്ലാതെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഈ അലമാരിയിൽ സാരികളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേറെയും സ്പേസ് കിട്ടും. അപ്പോൾ പുതിയ ഡ്രസ്സുകളൊക്കെ വാങ്ങുകയാണെങ്കിലും അതിൽ എടുത്ത് വയ്ക്കാം. അതും അല്ലെങ്കിൽ ഇതിങ്ങനത്തെ ഈ ബാസ്ക്കറ്റിൻ്റെ മുകളിലായിട്ട് വേറെ ചെറിയൊരു ബാസ്ക്കറ്റ് വാങ്ങിയിട്ട് അതിലും വേണമെങ്കിൽ വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ അത്യാവശ്യം ഇതിൽ ഫില്ലിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ എന്നാലും നമുക്ക് ഇനിയും കുറേ സ്പേസ് ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സ്പേസ് കിടക്കുന്നുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് ചെറിയൊരു ഓർഗനൈസർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഡ്രസ്സുകൾ എടുത്ത് വയ്ക്കാം. ചെറിയ ചെറിയ ഡ്രസ്സുകൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസിൽ എടുത്ത് വയ്ക്കാം. അതുമല്ലെങ്കിൽ ഇന്നർ ഗാർമെൻറ്റ്സ് വയ്ക്കാം, സോക്സുകൾ, കർച്ചീഫുകൾ, അതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വയ്ക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് ഈ ബാസ്ക്കറ്റുകളുണ്ടല്ലോ, താഴത്തെ വലിയ ബാസ്ക്കറ്റുകൾ, അതിൻ്റെ മുകളിലായിട്ട് ഈ ചെറിയ ബാസ്ക്കറ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സ്പേസ് പിന്നെയും ഒരുപാട് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ബാസ്ക്കറ്റുകൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മുകളിലത്തെ ഭാഗത്ത് ഇഷ്ടംപോലെ സ്പേസ് കിട്ടും. അപ്പോൾ നമുക്ക് പുതിയ ഡ്രസ്സുകളൊക്കെ വാങ്ങുമ്പോൾ അവിടെ എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ അലമാരി ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് ഇത് തന്നെയാണ്. നിങ്ങളുടെ അലമാരിയിൽ ഓർഗനൈസിങ് സിസ്റ്റം ഒന്നുമില്ല, ജസ്റ്റ് വെറുതെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡ്രസ്സുകളൊക്കെ ഒന്നെടുത്ത് നന്നായിട്ട് വൃത്തിയായിട്ട് മടക്കി അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ ഇതുപോലുള്ള ബാസ്ക്കറ്റ് സിസ്റ്റം ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ബാസ്ക്കറ്റ് മിക്ക ഷോപ്പുകളിൽ തന്നെ വാങ്ങാനായിട്ട് കിട്ടും. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ കാർഡ്ബോർഡ് ബോക്സുകളൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.